നമ്മളിപ്പോൾ ഉള്ളത് ക്രൊയേഷ്യയിലെ ദുബ്രോവനിക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സോ നല്ല രസമുള്ള സ്ഥലമാണ്. ജസ്റ്റ് എണീച്ചിട്ടേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഒരു ഹൈക്കിങ്ങിന് പോകാമെന്ന് വിചാരിക്കാം. സോ ഹൈക്കിങ്ങിന് പോവാം. നമ്മളെ ഫ്രണ്ടിൻ്റെ ഹൗസാണ്. നമ്മളിവിടെ നിന്നല്ല ഭയങ്കര നല്ല രസമുള്ള പ്രോപ്പർട്ടി. പിന്നെ നമ്മളെ ഒരു ഇന്ത്യൻ ഏകദേശം ഒരു സെയിം പോലെയാണ് ഏകദേശം ക്രൊയേഷ്യ. ഭയങ്കര ഭംഗിയും ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലം. സോ ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പം നമ്മൾ രാത്രി ഏകദേശം 1 മണിയാണ് ഇവിടെ എത്താൻ. പോകാം. സോ ഓക്കെ, ഏകദേശം ഇന്ത്യ മാതിരി തന്നെ എല്ലാ സ്ഥലങ്ങളും വീടുകളും ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. പിന്നെ നല്ല ആൾക്കാർ. ഇന്നലെ നമ്മളെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിൽ അവർ വന്നു. പിന്നെ ഏകദേശം രാത്രി 1 മണിയാണ്. അപ്പം അവർ വന്നു. അതിനുശേഷം നമ്മളെ വീട്ടിലെത്തി. നമ്മളവിടെ ഉറങ്ങി. പിന്നെ രാവിലെ നീച്ചു തിരിച്ചു വീണ്ടും ഉറങ്ങി. ഏകദേശം ഇവിടെ 11 മണി കഴിഞ്ഞു. അപ്പം ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമൊക്കെ മിസ്സാവും. സോ നമ്മൾ ജസ്റ്റ് ഇറങ്ങിയാണ്. ലൈക്ക് ദ ടാക്സീസാണ്. ജർമ്മനിയിൽ നിന്ന് മൊത്തത്തിൽ ഭയങ്കര വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. ഭയങ്കര ഡിഫറൻസ്. ഇതിൻ്റെ താഴത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ ആ വ്യൂ പോയിൻറ്റിലേക്കാണ് പോകുന്നത്. പക്ഷെ അവിടേക്ക് എങ്ങനെയാണ് പോകാൻ നമുക്കറിയില്ല. ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടോ, അതാണ് മെഡിറ്ററേനിയൻ കടലാണ്. ഭയങ്കര രസമായിട്ട് ആ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് എത്തണം. എങ്ങനെയെങ്കിലും നോക്കാം. ഇവിടെ കുറേ ട്രാവലേഴ്സെല്ലാം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ഇതിലിങ്ങനെ ഇറങ്ങി നോക്കാം എങ്ങനെയാണ്. ഇവിടുത്തെ കുറേ ആൾക്കാരെല്ലാം പോകുന്നുണ്ട്. സോ നമ്മൾ അടിപൊളി നല്ല വ്യൂ, കിടില വ്യൂ. നല്ലൊരു അടിപൊളി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് സ്ഥലം ഒന്നും അറിയില്ല, വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടുന്ന്. നോക്കി എന്ത് രസമാണ് ഇവിടുത്തെ ബിൽഡിങ്സും സംഭവങ്ങളൊക്കെ. ലുക്ക്, ദിസ് ഈസ് വാട്ട് ദ വ്യൂ പോയിന്റ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ്. നമുക്ക് ഇനി കുറച്ച് താഴോട്ട് ഇറങ്ങി നോക്കാം. ഈ സ്ഥലം ശരിക്കും അത്ര ഒരു പോപ്പുലറായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. പക്ഷേ നമ്മൾ ഇറ്റലിയിൽ നിന്ന് ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് കിട്ടിയാലും ജസ്റ്റ് ഇങ്ങോട്ട് എടുത്തു. പിന്നെ അതേപോലെ കുറേ മൂവീസെല്ലാം ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക, ഗെയിം ഓഫ് ത്രോൺസ്. പിന്നെ അതേപോലെ 2-3 മൂവീസ് ഉണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇപ്പം ഷൂട്ട് ചെയ്തത്. നമ്മൾ വിചാരിച്ചാൽ വൈനോട്ട് ഇങ്ങോട്ട് ബുക്ക് ചെയ്യാമെന്ന്. പിന്നെ അതേപോലെ ശരിക്കും നമുക്ക് നാട്ടിൽ പോയൊരു ഫീൽ. ഭയങ്കര രസമുണ്ട്. നോക്കി എല്ലാ സ്ഥലങ്ങളും നമ്മളെ കുറച്ചും കൂടി അടിപൊളിയാണ് വർക്കലേക്കാട്ടും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ ഡുബ്രോവനിക്ക് എങ്ങനെ വരാമെന്ന് വെച്ചാൽ, അപ്പം ഏറ്റവും ചീപ്പ് ബൈ എയറാണ്. ഇപ്പോൾ എയറിൻ്റെ ഫ്ലൈറ്റ് ഏകദേശം എല്ലാ അടിപൊളി എയർപോർട്ട്സ് ഒന്നുണ്ട്. ഇപ്പം സ്വീഡൻ പോയി കഴിഞ്ഞാൽ സ്വീഡനിൽ ചെറിയ പൈസ കിട്ടും. അതേപോലെ ഇറ്റലിയിലാണെങ്കിൽ ഇപ്പം ബാരിയിൽ പോയി കഴിഞ്ഞാൽ ബാരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം ചെറിയ പൈസ ആവുള്ളൂ. പിന്നെ അതേപോലെ ഫെറി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെ അവർക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ ഭയങ്കര ചീപ്പാണ്. ഭയങ്കര ബെസ്റ്റ് പ്ലേസ് ആണ്. പിന്നെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരാന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് താട്ടിറങ്ങി നോക്കിയാലോ. അടിപൊളിയായിട്ടുള്ള വ്യൂ ഉണ്ട്. It's so beautiful. So നമുക്ക് കുറച്ച് താഴോട്ടിറങ്ങി നോക്കാം. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ അറിയില്ല. ലൈക്ക് ഭയങ്കര കുഞ്ഞുള്ള വീടുകൾ. ലൈക്ക് എന്ത് ഭംഗി അവിടുത്തെ ക്ലിപ്സ് എല്ലാം കാണാൻ. അടിപൊളി. എന്ത് ഭംഗിയാ. ഓക്കെ, നമ്മളെ ക്ലിഫ് കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ചും കൂടി സ്ഥലം കാണാം. ഇവിടെയും ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു ക്ലിഫ് ഉണ്ട്. കാണിച്ചു തരാം. ക്ലിഫ് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ക്ലിഫ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ താഴോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. പിന്നെ ബട്ട് ഐ തിങ്ക് ലൈക്ക് ദ അപ്പർ വ്യൂ ഈസ് ബ്യൂട്ടിഫുൾ.
this country is beautiful actually. I mean, we come from Germany, and it's like I'm actually from India, and I'm doing my masters in Germany, and we just thought like What are you studying here? AI, masters in artificial intelligence. There's a big ticket for that. I just got to pop this plant down here at the gate over here. I live here with my mother. We operate a business, Airbnb kind of thing. Okay. And let's see what she said. Then I'll show you. So. Have you been to India? No, I have never been to You India. should. I mean, No. it's beautiful. This country is so beautiful. I mean, it's so pretty. I mean, I feel the same. I've been to Indonesia and some South Asian countries, and this country is like more cleaner, but like so beautiful. I mean, Every place is different. Obviously, Yeah. it's again, I just say the bleeding obvious. Every place is unique. Yeah, you know, yeah. it's got its own unique history, languages, and cultures, and everything. So, okay, so down the bottom over there. okay. Well, there used to be a park down the bottom, so maybe Okay. they're working. This is the Hotel Rixos. Okay. Some construction is happening. Oh, okay. You can get your water there. Okay. I won't go down because I'm Oh, no problem. No problem. Yes, I'll show you Oh, okay, there, over there. Yeah, it's good. over there. Usually in the summer there's like metal rungs there that you can jump in and climb out. Okay. They removed it with the, you see over there, that road over there where that car, sorry, that cars are coming. So you just follow the road and you go all the way there behind this little rise. You can't miss it. Just put on your Yeah, Google Maps, yeah, okay. So that's the old town of Dubrovnik. You can easily spend, a couple of days in there. You can walk around the old wall. It's about 40 euros. It's bloody expensive, if you ask me. Okay. But it's quite nice. You can take about 3 hours to walk around the old wall. Okay. And you can get good views of the city and of the sea and everything. Okay. Over there. Ah, yeah, in the top, yeah, You can easily find where the bottom of the cable car is. It's about 35 euros for a return. Okay, in the top. Maybe when the weather clears, you can go up there. There's also a fort on the top on the left-hand side. It's a Napoleonic fort from Napoleon's time, Okay. 1808, I think it is. And inside there's a history, if you're interested in the history of Yugoslavia, there's a thing about the Balkan War of 1990, it's like a civil war. Okay. Anyway, so that's enough to know. Okay. Stuff too. Thank you so much. My name is Zoltan. Actually, nice to meet you. Actually, nice to meet you too. So, അടിപൊളി മനുഷ്യൻ നമുക്ക് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു ആൻഡ് ലൈക്ക് കുറെ ഇവിടെയുള്ള എന്ത് കാഴ്ചകൾ എന്തൊക്കെ കാണണം ലൈക്ക് സച്ച് എ ഗുഡ് മാൻ ആൻഡ് ഇവിടെയുള്ള ഹോട്ടൽസിനെ കുറിച്ചും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. സോ താഴെ ഇറങ്ങി നോക്കാം. ലൈക്ക് കടലിറങ്ങണമെന്നുണ്ട് ബട്ട് ജീൻസ്. സോ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് ട്രൗസർ ഇട്ട് വന്നു. സോ ഇവിടെ ഒരു കേബിൾ കാർ ഉണ്ട്. പിന്നെ അതേപോലെ ലൈക്ക് ഓൾഡ് ടൗൺ പ്രമാണിക്കുന്നത്. and ഇതിലിങ്ങനെ 2 കിലോമീറ്റേഴ്സ് നടന്നാൽ പിന്നെ നമുക്ക് ഒരുപാട് വ്യൂസ് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ കാണാൻ വന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഇവിടുത്തെ ആൾക്കാരെന്ന് തോന്നുന്നു. സോ നമ്മൾ വെള്ളത്തിലിറങ്ങാൻ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പോകുന്നുണ്ടോയെന്ന് അറിയില്ല. ബട്ട് ലൈക്ക് ലുക്ക് നല്ല ക്ലീൻ ഗ്രീൻ വാട്ടേഴ്സ്. ബട്ട് ഗൂഗിൾ മാപ്പിൽ ഇതിനെക്കാട്ടും ക്ലിയർ ആയിരുന്നു. സമ്മർ ആയതുകൊണ്ട് ഏകദേശം ജൂലൈ മാസത്തിലാണ് ഇവിടെ ആൾക്കാർ ഇറങ്ങാമെന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ വാട്ടർ ലൈക്സ് ടു കോൾഡ് ആയിരുന്നു. സോ നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ. സോ നമ്മളെല്ലാവരും കൂടെ പോവാണ്. കുറേ യാത്ര ചെയ്യുന്ന കുറേ ട്രാവലേഴ്സ് എല്ലാം ഉണ്ട്. നമുക്കിനി ഇവിടെ റൈറ്റ് പോവാം. റൈറ്റ് ഒരു പ്രോപ്പർട്ടിയാണ്. ആണ് കൊറേഷ്യൻ സ്ട്രീറ്റ്സ്, സിറ്റികൾ. കൊറേഷ്യയിലെ ചെറിയൊരു ഓൾഡ് ടൗൺ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ടൗൺ. കുഞ്ഞു കുഞ്ഞു കാർസും പിന്നെ വളരെ കുറച്ച് ടൂറിസ്റ്റും. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കാം. ഇവിടെ ട്രാവൽ ഏജൻസി ഉണ്ട്, നമുക്ക് യൂട്യൂബ് ചെയ്താൽ അവരായിട്ട്. സുവനീർ ഷോപ്പ് ഉണ്ടോ?
ലൈക്ക് ഇപ്പോൾ വേണ്ട സുവനീസ് വാങ്ങാം നമുക്ക്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. സോ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ പോകണം. പിന്നെ റോഡ് നമുക്ക് ക്രോസ് ചെയ്യാം ഫസ്റ്റ്. നോക്കിയാൽ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് ഇപ്പം പുറത്തെത്തിയ സമയത്ത്. ഇവരൊക്കെ ഏകദേശം യൂറോപ്പിൽ നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് ക്രോസ് ചെയ്യാം ഫസ്റ്റ്. സോ ഇവിടെ കാറുകളുണ്ടോ നിർത്തി തന്നത്. സോ ദിസ് ഇസ് ദ കൾച്ചർ ഓഫ് യൂറോപ്പ്. സോ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം നോക്കാം. ഓക്കെ, നമ്മുടെ പയ്യൻ അവിടെ വിശന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വാങ്ങി ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വാങ്ങുകയും ചെയ്യാം. ഇതാണ് സൂപ്പർ മാർക്കറ്റ്. സോ കമ്പാരിറ്റീവ്ലി ജർമ്മനി കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഭയങ്കര കൂടുതലാണ്. ഇറ്റ്സ് ഓക്കെ. ഐ മീൻ ഈ സ്ഥലത്ത് പുറത്തുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണം. പിന്നെ കോഫി നമ്മൾ ഉണ്ടാക്കാൻ അവിടെ ഉണ്ട്. ബിസ്ക്കറ്റ്സ് വാങ്ങാം. ബിസ്ക്കറ്റ് ഓൾറെഡി നമ്മുടെ അടുത്ത് ഉണ്ട് എഴുതിയിട്ടാളൊന്നും. ഓക്കെ, വാങ്ങാൻ പോവാം. സോ ഇവിടെ നമ്മൾ വാങ്ങുന്ന സാധനത്തിനൊക്കെ ഇവിടെ നിന്ന് ഇവർ ഇവിടെ വെച്ച് സ്റ്റിക്കർ അടിച്ച് ഇവിടെ ഒട്ടിച്ച് തരും. എന്നിട്ട് നമ്മളത് പർച്ചേസ് ചെയ്യാം. അങ്ങനെയാണ്. പിന്നെ നമുക്ക് you need to buy something to eat. നമുക്ക് പാല് വാങ്ങണം. പിന്നെ എന്താ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ നമുക്ക് കുറച്ച് കഴിക്കാൻ ചെയ്യാം. സോ നമ്മൾ കുറച്ച് നൂഡിൽസും സാധനങ്ങളൊക്കെ വാങ്ങിന്. പിന്നെ നമുക്ക് ബ്രെഡ് വാങ്ങണമെന്ന് ആലോചിക്കുന്നത്. ബ്രെഡ് വാങ്ങിയാൽ ഏതെങ്കിലും സാൻഡ്വിച്ച് ഓർഡർ. പിന്നെ നമ്മളെടുത്ത നൂഡിൽസൊക്കെ ഭയങ്കര ചീപ്പാണ്. പിന്നെ അതേപോലെ സൂപ്പ് എടുത്തിന്. പിന്നെന്താ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അതേപോലെ പിന്നെ ഒരു ചോക്കോ മിൽക്ക് എടുത്തു. ഇത്രയും സാധനം എടുത്തു. നമുക്കിത് പോയി ബില്ലാക്കാം. ഓക്കെ, സാധനം വാങ്ങി. സാധനം വാങ്ങി നമ്മൾ ബില്ല് ചെയ്തു. താങ്ക് യു. ഇനി നമുക്ക് സുവനീർ ഷോപ്പ് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ നോക്കിയാലും മതി. വീട്ടിൽ പോകാം. കാറുകളൊക്കെ നമുക്ക് അവിടെ നിർത്തി തരും. സോ നമുക്കിനി സിറ്റിയിൽ പോകണോ വീട്ടിൽ പോകണോ? ലൈക്ക് അവിടെ ഒരു വ്യൂ കാണുന്നത്. നമുക്ക് ആ വ്യൂ ഫസ്റ്റ് പോയി നോക്കാം എങ്ങനെയാണ് ആ വ്യൂ എന്നുള്ളത്. എനിക്ക് ദുബ്രോവനിക്കിൻ്റെ വ്യൂ ലൈക്ക് ലോട്ട് ഓഫ് ലൈക്ക് റെസ്റ്റോറൻറ്റ്സ്. നമുക്ക് വേണമെങ്കിൽ വൈകിട്ട് എല്ലാം കൊറേഷൻ സ്റ്റാർട്ട്. നമ്മൾ താമസിക്കുന്ന എവിടെതാ? ശരിക്കും ഇവിടെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിലെന്തോ ഷോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. ഓക്കെ, സോ നമ്മൾ സാധനമെല്ലാം വാങ്ങി നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അവിടെ എത്തി നമുക്ക് ഫുഡ് ഉണ്ടാക്കി ചെക്കൻ എഴുന്നേൽപ്പിച്ചു. നമുക്ക് എന്ത് ചെയ്യണം? ഓൾഡ് ടൗണിലേക്ക് പോകണം. സോ നല്ല അടിപൊളിയുള്ള സ്ഥലം. നോക്കി എന്താ ഭംഗിയാ. നമ്മളവിടേക്ക് പോയതാന്ന് തോന്നുന്നു. ഭയങ്കര കുറച്ച് ടൂറിസ്റ്റിക് ആയിട്ടൊരു സ്ഥലം. ഫോട്ടോ ഒന്ന് പോകുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മളെ വീടിൻ്റെ അടുത്തോട്ട് എത്തി. നമ്മുടെ വീട് ഇതാണ്. നമ്മുടെ വീട് കാണിച്ചു. നമ്മളെ വീടാണ്. പക്ഷെ നമ്മളെ വീട്ടിലേക്ക് ഫ്രണ്ട് ഡോറിൽ കൂടെ കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ബാക്ക് ഡോറിൽ കൂടെ കയറും. സോ ഗൈസ്, നമ്മൾ സിറ്റി കാണാൻ ഇറങ്ങിയതാണ്. ഇവിടുത്തെ ഓൾഡ് ടൗൺ. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾഡ് ടൗൺ കാണാൻ പറ്റിയിട്ട്. നമ്മളെ ഫ്രണ്ടുണ്ട്. പിന്നെ ഡബ്രോവോണിക് എന്ന് പറഞ്ഞാൽ യുനെസ്കോൻ്റെ ഒരു വേൾഡ് ഹെറിറ്റേജ് ഉള്ള ഒരു പ്ലേസ് ആണ്. അതിന് പുറമെ ഇവിടുത്തെ ഡബ്രോവോണിക്കിൻ്റെ ഒരു വാളുണ്ട്, ഒരു മതിൽ. അത് ഇന്നേവരെ ആർക്കും കോൺക്വർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത്, രാജാക്കന്മാർക്കും. അപ്പം 500 കൊല്ലം ഈ സിറ്റിയെ കാത്തത് ആ വാളാന്ന് പറയപ്പെടുന്നത്. അപ്പം അതാണ് ഡബ്രോവോണിക്കിൻ്റെ ചരിത്രം. പിന്നെ അതേപോലെ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞ മൂവി അത് ഷൂട്ട് ചെയ്തതും ഡബ്രോവോണിക് എന്ന പ്ലേസിലാണ്. ദുബ്രോവോണിക്. സോ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
കുറച്ചും കൂടി ഉണ്ട്. ഇവിടെ കണ്ടോ കൊറേഷ്യൻ്റെ ഫ്ലാഗ്. ഇതൊക്കെ ഓരോ റിസോർട്ടുകളാണ് ഇവിടുത്തെ. പിന്നെ ആർക്കെങ്കിലും ഡൊബ്രോണിക്ക് വരണമെങ്കിൽ അതുപോലെ ഇവിടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നിൽക്കാം. പിന്നെ ഒക്കെ ഇവിടുത്തെ ഒരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ്. വളരെ കുറച്ച് ടൂറിസ്റ്റിക് ആയിട്ടുള്ള പ്ലേസ് ആണ്, പക്ഷെ ഭയങ്കര മനോഹരമായിട്ട് കാണാൻ. ഓ മണം സീനും മണം. മൂടാവും. അതാണ് ഓൾഡ് ടൗൺ. പോയി ഇവിടുത്തെ ഇത് മൊത്തം ആ ബിൽഡിംഗ് എല്ലാം കണ്ടോ. ഈ ബിൽഡിങ് 500 കൊല്ലം ഈ സിറ്റിനെ ബാക്കിയുള്ള രാജാക്കന്മാരെ രക്ഷിച്ചത് ഇതിന്റെ വാളാന്ന് പറയുന്നത്. ഈ വാള് വരാൻ പറ്റില്ല. സോ ഇപ്പം നമ്മൾ ഇവിടുത്തെ ഓൾഡ് ടൗണിലേക്ക് പോവാണ്. ദിസ് ഇസ് ഓൾഡ് ടൗൺ ആൻഡ് നല്ല ഭംഗിയായിട്ടുള്ള ഓൾഡ് ടൗൺ അല്ലേ. ഗെയിം ഓഫ് ത്രോൺസിന്റെ കുറെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടുന്നാണ് ചെയ്തത്. പിന്നെ അല്ലെങ്കിൽ ഇഷ്ടമായില്ലേ ഓൾഡ് ടൗൺ? ഇഷ്ടമായില്ലേ? കാണുന്നല്ലോ. അപ്പം കാര്യങ്ങൾ നോക്കിയിട്ട് പറയാം. സോ ഇതാണ് ഇവിടുത്തെ ഓൾഡ് ടൗൺ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ്. കൊറേഷ്യൻ്റെ ഫ്ലാഗ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഇതിനുള്ള കുറേ ഷോപ്പുകളും. ഇത് ഭയങ്കര ടൂറിസ്റ്റിക്കാണ്. പിന്നെ അതേപോലെ നമ്മൾ ഏഷ്യയിൽ നിന്ന് ആൾക്കാർ വളരെ കുറവ്. ഏകദേശം മിക്ക ആൾക്കാരും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കാണാവുന്ന ആൾക്കാരാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുന്ന വീഡിയോ ആയിട്ടല്ലേ. ഓക്കെ, ഇവിടെ സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ഉണ്ട്. സോ നമുക്കിനി ഒന്ന് സ്ട്രെയിറ്റ് പോയിട്ട് അവിടെ എന്താ കാഴ്ചകൾ നോക്കിയിട്ട് വീണ്ടും തിരിച്ച് ക്ലിഫിലേക്ക് പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ പോവാണ്. ഓക്കെ, എങ്ങനെ നോക്കിയാലും ഭയങ്കര ഭംഗിയാണ്. പോയിക്കോട്ടെ. സോ ഇപ്പം നമ്മൾ വാൾ കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്തുള്ളൊരു ബീച്ച് പോലത്തെ ഒരു സ്ഥലം. അവിടെ ബോട്ടിംഗ് സർവീസ് ഒക്കെ ഉണ്ട്. ബട്ട് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടെന്ന് എന്താണെന്നറിയില്ല. മേ ബി ബിക്കോസ് ലൈക്ക് ടുഡേയ്സ് ഹോളിഡേ ആയതുകൊണ്ടായിരിക്കും. സോ നമ്മളൊരു ക്ലിഫിലേക്ക് ഇറങ്ങിയാണ്. ഇവിടെ കുറേ ആൾക്കാർ ഡ്രിങ്ക് ചെയ്യും. പിന്നെ അതേപോലെ ഇവിടെ ആൾക്കാർ ക്ലിഫിലേക്ക് ചാടുന്നുണ്ട് കുറേ പേര്. അടിപൊളിയായിട്ടൊരു ക്ലിഫ്. വാ, സോ നമുക്ക് മേലെ എത്തണം ടോപ്പിൽ. ഇവിടെ നമുക്ക് വേറൊരു ക്ലിഫിലേക്ക് പോയിട്ട് അവിടുന്ന് വെള്ളത്തിൽ ചാടണം. സോ അതാണ് നമ്മുടെ പ്ലാന്. നമ്മൾ പോവാം. ഇതേപോലത്തെ ക്ലിഫ് ഇന്തോനേഷ്യയിലെ പെനീഡ് ഐലൻഡിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ്. ബട്ട് ലെസ് ടൂറിസ്റ്റിക് ആണ്. ഇത്രമാത്രം ടൂറിസ്റ്റിക് ഒന്നുമില്ല. ഇതായിരുന്നു ഇവിടേക്കുള്ള വേ. ഇവിടെ നിന്നാണ് നമ്മളടുത്ത മല കയറാണ്. സോ ലുക്ക് കാഴ്ചകൾ. ഈ ഒരു കോട്ടയുടെ പ്രത്യേകത എന്താ വെച്ചാൽ 500 കൊല്ലമായിട്ട് ഒരു രാജാക്കന്മാർക്കും കീഴടക്കാൻ പറ്റാത്ത, അതായത് BC 2002 മുതൽ ഒരു രാജാക്കന്മാർക്കും കീഴടക്കാൻ പറ്റാത്ത ഒരു കോട്ടയാണ്. അങ്ങനത്തെ ഒരു കോട്ടയിലൂടെ നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ അവസാനത്തെ ബ്ലോഗാണിത്. അവസാനിക്കുന്നില്ല, സ്വീഡനോട് കൊടുക്കുന്നുണ്ട്. പിന്നെ അയ്യ